Hi. Let us start the class. Already we have studied basics of numbers and basic operations, addition and subtraction. Now in this class we start with multiplication and division. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡീഷനും സബ്ട്രാക്ഷനും പഠിച്ചു. നമ്മൾ ബേസിക് ഓപ്പറേഷൻസ് ആണ് പഠിക്കുന്നത്, നമ്പേഴ്സിലെ ബേസിക് ഓപ്പറേഷൻസ്. അപ്പോൾ അതിൽ അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഗുണനമാണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ്. സി, മൾട്ടിപ്ലിക്കേഷൻ ഈസ് റിപ്പീറ്റഡ് അഡീഷൻ. നമ്മൾ അഡീഷൻ നേരത്തെ പഠിച്ചു. അപ്പോൾ അഡീഷൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗുണനം എന്ന് പറയുന്നത്. ഇവിടെ 3 ഓറഞ്ചസ് ഉണ്ട്, ഇവിടെ വീണ്ടും 3 ഓറഞ്ചസ് ഉണ്ട്. ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇത് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ 6 ഓറഞ്ചസ് കിട്ടും, ഇല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നു. 3 + 3 = 6. ഓക്കെ, ഇവിടെ നമ്മൾ 3 2 ടൈംസ് ആണ് എടുക്കുന്നത്. 2 × 3, that is 2 × 3, or 3 is multiplied by 2, we get 6. Okay, that is 2 × 3 = 6. Okay, 2 apples, 2 apples, 2 apples, 2 apples. So if you took together all these apples together, what we are getting? 2 + 2 + 2 + 2, that is 8. അല്ലേ? അതായത് 4 × 2. 4 × 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. അതാണ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് 4 റിപ്പീറ്റഡ് അഡീഷൻ. 2 തന്നെ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ 4 × 2 എന്ന് പറയുന്നത്. അതായത് 2 is multiplied by 4. Then we get 8. ഇവിടെ 4ഉം 2ഉം നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറയാം, ഘടകങ്ങൾ എന്ന് പറയാം, ഫാക്ടേഴ്സ്. 4 and 2 are factors. ഇനി ഇതാണ് പ്രോഡക്റ്റ്. 8 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആണ് ഇവിടെ. അപ്പോൾ 4 × 2 ആപ്പിൾസ് വരുമ്പോൾ 8. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് ടേബിൾസ് പഠിക്കുന്നത് എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദിസ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അത് മാക്സിമം ഷോർട്ട് ആക്കാവുന്ന രീതിയിൽ ഷോർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ബൈ ഹാർട്ട് പഠിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഇതുപോലെ ഷോർട്ടാക്കി, അതായത് റിപ്പീറ്റ് വരുന്നതെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ 4 × 6, that is 24. അപ്പോൾ 6 × 4 × 6 നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും കുറച്ച് പഠിച്ചാൽ മതി. ഓക്കെ, സോ ഇറ്റ് ഈസ് ഷോർട്ടൻഡ്, സോ സ്റ്റഡി വെൽ. ഓക്കെ, then come to the next one, multiplication of large numbers. How can we multiply 2 numbers? For example, 156 × 7. So you have to multiply 156 by 7. So here the first step is this. Write down more digit number on top line and lower digit number below. ആദ്യം നമ്മൾ കൂടുതൽ ഡിജിറ്റ് ഉള്ള നമ്പർ, ഇവിടെ 3 ഡിജിറ്റ്സ് ആണ് 156, അത് ഫസ്റ്റ് ലൈനിൽ എഴുതുക. പിന്നെ അതിൻ്റെ താഴെയായി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലോവർ ഡിജിറ്റ് നമ്പർ, കുറച്ച് ഡിജിറ്റുള്ള ലോവർ ഡിജിറ്റ് നമ്പർ എഴുതുന്നു. അതായത് 156 ഒരു ലൈനിൽ എഴുതുന്നു, താഴെ 7 എഴുതുന്നു. ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 6 ഇവിടെ യൂണിറ്റ്സ് പ്ലേസ് ആണ്, 7 യൂണിറ്റ്സ് പ്ലേസിൽ അതിൻ്റെ താഴെ എഴുതുക. ഓക്കെ, then you give a multiplication symbol here, then draw a line here. Then what is the first step? Start with units place. ഇവിടെ നമ്മൾ യൂണിറ്റ്സ് പ്ലേസിൽ നിന്നാണ് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുണനം ആരംഭിക്കുന്നത് യൂണിറ്റ്സ് പ്ലേസ്, അതായത് വൺസിൻ്റെ പ്ലേസിൽ നിന്നാണ്. അപ്പോൾ 7 × 6, that's the first one. 7 × 6, 42. So 7 × 6 is 42. Put that 2 here. Keep 2 here, then 4 to top. നമ്മൾ അഡീഷൻ്റെ കേസിൽ കണ്ടതുപോലെ തന്നെ ഈ 4 നമ്മൾ ഇതിൻ്റെ ടെൻസിൻ്റെ പ്ലേസിൽ ടോപ്പിൽ എഴുതുക. ഓക്കെ, നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. അടുത്ത സ്റ്റെപ്പ് എന്താ? ഡു വിത്ത് ടെൻസ് പ്ലേസ്. ടെൻസ് പ്ലേസിൽ ഈ 7 കൊണ്ട് തന്നെ ടെൻസ് പ്ലേസിലുള്ള 5നെ മൾട്ടിപ്ലൈ ചെയ്യുക.
7 into 5. 7 into 5 is 35. Okay. Then 35 plus, already നമുക്ക് ഇവിടെ ഒരു 4 വേണമെങ്കിൽ റിമൈൻഡർ എന്ന് നമുക്ക് എടുക്കാം. ആ 4 നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. 35 plus 4, that is 39. Okay. ഈ 39ൽ ഇവിടെ വരുമ്പോൾ നമ്മൾ ഒരു ഡിജിറ്റ് എഴുതു, 9 ഇവിടെ എഴുതുക. കീപ് 9 ഹിയർ, ടെൻസിൻ്റെ പ്ലേസിൽ താഴെയായിട്ട് എഴുതുക. എന്നിട്ട് ഈ 3 നമ്മൾ ടോപ്പിലേക്ക് കൊണ്ടുപോകുന്നു. പുട്ട് 3 ഹിയർ, കീപ് ഇറ്റ് ദാർ. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഡു വിത്ത് 100 പ്ലേസ്. ഇവിടെ 1 ഉണ്ട്, 100ൻ്റെ പ്ലേസിൽ 7 into 1. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 7 into 1 is 7. പിന്നെ നമ്മളിവിടെ നേരത്തെ കണ്ട ആ റിമൈൻഡർ 3 ആയിരുന്നു അല്ലേ? 3 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. 7 plus 3 is 10. ആ 10 നമുക്കിവിടെ ഇനി ലെഫ്റ്റിൽ കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഈ 10 ഇവിടെ എഴുതാം. സോ ദ ആൻസർ ഈസ്, ദാറ്റ്സ് ദ പ്രോഡക്റ്റ് ഈസ് 1092. ഓക്കെ, സോ ദാറ്റ്സ് ദ ആൻസർ. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇവിടെ 738 ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 84. 738നെ 84 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഇത് 3 ഡിജിറ്റ്സ് ഉണ്ട്, ഇത് 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം മോർ ഡിജിറ്റ് ഉള്ളത് ഫസ്റ്റ് ലൈനിൽ എഴുതുക. അതിൻ്റെ താഴെയായിട്ട് ആ പ്ലേസ് വാല്യൂ താഴെ വരത്തക്ക വിധം ലോവർ ഡിജിറ്റുള്ള 84 എഴുതുക. ഓക്കെ, ദെൻ ഗീവ് എ സിമ്പിൾ, മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പിൾ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ലൈൻ കൊടുക്കുക. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഈ 8 ഉണ്ടല്ലോ ടെൻസ് പ്ലേസിൽ, ഇത് നമ്മൾ ഫസ്റ്റ് ഇഗ്നോർ ചെയ്യുക. ആദ്യം നമ്മളത് ഇഗ്നോർ ചെയ്യുക. അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. ഈ 4 എടുക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക, അതേ സ്റ്റെപ്സ് ചെയ്യുക. അതായത് ഈ യൂണിറ്റ്സ് പ്ലേസിലെ 4 എടുത്തിട്ട് ഇതിലെ യൂണിറ്റ്സ് പ്ലേസിലെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 into 8, 32. So 2 here. Then take that 3 here. Okay. Next again 4 into 3. Tens in the place. 3 കൊണ്ട് multiply. 4 into 3. 4 into 3 is 12. 12 plus 3, 15. Okay. 12 plus 3 is 15. 5 ഇവിടെ എഴുതുക. 15ലെ 1 ഇവിടെ കൊണ്ടുവന്ന് എഴുതുക. റിമൈൻഡർ പോലെ. Okay. Then again 4 into 7. 4 into 7, 28. Okay, so 28. 4 into 7 is 28 plus this 1, a remainder പോലെയുള്ള 1 നമ്മൾ ആഡ് ചെയ്യുക. 28 plus 1 is 29. So 2952 ഇവിടെ എഴുതുക. ഓക്കെ, ദെൻ കം ടു ദ നെക്സ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ 8 എടുത്തില്ല അല്ലേ? ഇനി നമ്മൾ ടെൻസിൻ്റെ പ്ലേസിലേക്ക് വരുവാണ്. ഈ 8 കൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ സ്റ്റെപ്സ് പോലെ തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 8 into 8 എന്നിട്ട് 64. സോ പുട്ട് ദാറ്റ് 4 ഹിയർ. ആ 6 നമ്മൾ ഇവിടെ റിമൈൻഡർ പോലെ എഴുതുക അതിൻ്റെ മുകളിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് 8 into 3 ടെൻസിൻ്റെ പ്ലേസ് നമ്മൾ 3 24. 24ഉം ഈ 6ഉം നമ്മൾ എടുക്കുക. 24 plus 6, 30. സോ ആ 0 ഇവിടെ എഴുതുക. ആ 3 നമ്മളിവിടെ റിമൈൻഡർ പോലെ എഴുതുക. 3 ഇവിടെ ടോപ്പിൽ എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് 8 into 7 എണ്ണയുടെ 56. 56ഉം 3ഉം 56 plus 3, 59. ആ 59 ഇവിടെ എഴുതുക. ഓക്കെ, സോ 5904 അടുത്ത ലൈനിൽ. ഓക്കെ, ദെൻ ഡ്രോ എ ലൈൻ ഹിയർ, ദെൻ യു ആഡ് ദിസ്. അപ്പോൾ പ്ലേസ് വാല്യൂ അനുസരിച്ച് ചെയ്യണം. അപ്പോൾ 2 പ്ലസ് ഇവിടെ നമ്മൾ ഡിജിറ്റ്സ് ഒന്നുമില്ല, ആക്ച്വലി ഇവിടെ 0 ആണ്. അപ്പോൾ 2 plus 0 is 2. 5 plus 4, 9. 9 plus 0, 9. 9 plus 2, 11. 1 remainder. 1 plus 5, 6. So 61992 is the answer here. Okay, that is the product here. Okay, so some examples are given here. That means questions are given here. You have to do. അത് നിങ്ങൾ ചെയ്തു നോക്കുക. അതിൻ്റെ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റെപ്സ് ആയിട്ട് ചെയ്യാം. ഓക്കെ, പ്രാക്ടീസ് ഇറ്റ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിവിഷനാണ് ചെയ്യുക. ഹരണം, ഡിവിഷൻ ഓഫ് നമ്പേഴ്സ്. അത് എന്താണ് ഡിവിഷൻ എന്ന് നോക്കാം. സി, ഓൾറെഡി വി ഹാവ് സ്റ്റഡീഡ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ഗുണനം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഹരണം എന്ന് പറയുന്നത് ഗുണനത്തിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പറേഷനാണ്. ദാറ്റ് മീൻസ് ഡിവിഷൻ ഈസ് ഓപ്പോസിറ്റ് ഓപ്പറേഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നമ്മൾ എന്താണ് കണ്ടത്? 2 ആപ്പിൾസ് വെച്ചിട്ടുള്ള ഈ 4 സെറ്റുണ്ട്. ഇതിനെ നമ്മൾ ഒന്നിച്ച് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? 4 into 2, 8 എന്ന് കണ്ടു. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നമ്മളിതെല്ലാം
ഒന്നിച്ച് എടുക്കുകയാണ് ഇവിടെ ചെയ്തത്. നമ്മൾ ഇനി ചെയ്യുന്നത് ഈ 8നെ നമ്മൾ 4 പേഴ്സൺസിനായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്, 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഈ 8 ആപ്പിൾസിനെ നമ്മൾ ഡിവൈഡിങ് ഇൻ ടു 4 പേഴ്സൺസ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ 8 ആപ്പിൾസ് നമ്മൾ 4 പേഴ്സൺസിനായിട്ട് ഡിവൈഡ് ചെയ്താൽ ഇത് ഓരോരുത്തർക്കും കിട്ടുന്നതാണ്. ഇവിടെ ഒരാൾക്ക് 2, അടുത്ത ആൾക്കും 2 ആപ്പിൾസ്, അടുത്ത ആൾക്ക് 2 ആപ്പിൾസ്, നെക്സ്റ്റ് ആൾക്കും 2 ആപ്പിൾസ്. സോ 8 ഡിവൈഡഡ് ബൈ 4 ഈസ് 2. മനസ്സിലായോ? അപ്പോൾ ഡിവിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ്റെ ഓപ്പോസിറ്റ് ഓപ്പറേഷനാണ്. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 4 ഈസ് 2. ഓക്കെ, അപ്പോൾ സ്മോൾ നമ്പേഴ്സിനാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അനദർ എക്സാമ്പിൾ 12 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് 3. ഓക്കെ, നമ്മൾ 3 × 4 ഈസ് 12 എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ. അപ്പോൾ അത് നമ്മൾ ഈ ഡിവിഷനും ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, 12 എന്ന് പറയുന്നത് ഡിവിഡൻ്റ് ആണ്, 4 എന്ന് പറയുന്നത് ഡിവൈസറാണ്, 3 എന്ന് പറയുന്നത് കോഷ്യൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ, അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഡിവിഡൻറ്റിനെ നമ്മൾ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് കോഷ്യൻ്റ് ആണ്. ഡിവിഡൻറ്റ് ഡിവൈഡഡ് ബൈ ഡിവൈസർ ഈസ് കോഷ്യൻ്റ്. ഇത് നമ്മൾ ഈ രീതിയിൽ നമുക്ക് തിരിച്ചു പോകാം. ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ ഉണ്ടെങ്കിൽ റിമൈൻഡറും കൂടെ ആഡ് ചെയ്താൽ ഡിവിഡൻറ്റ് കിട്ടും. നമുക്ക് അടുത്ത എക്സാമ്പിളിൽ ഇത് നമുക്ക് വെരിഫൈ ചെയ്യാം. ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ലാർജ് നമ്പേഴ്സ് 827നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ എഴുതും, 827 ഡിവൈഡഡ് ബൈ, ഇതുപോലൊരു ബ്രാക്കറ്റ് പോലെ ഒരു ബ്രാക്കറ്റ് ഇടുക, ദെൻ പുട്ട് എ ലൈൻ ഹിയർ, യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ഈ ഡിവൈസർ ഇവിടെ എഴുതുക. ഓക്കെ, 827 ഡിവൈഡഡ് ബൈ 4 എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി സ്റ്റാർട്ട് വിത്ത് ലാർജസ്റ്റ് പ്ലേസ് വാല്യൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ നമ്പറിൻ്റെ ലാർജസ്റ്റ് പ്ലേസ് വാല്യൂവിൽ നിന്നാണ്. ഇവിടെ 8 ആണ്, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് ആണ്, ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഈ 8നെ ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 8 ബൈ 4 ഡിവൈഡ് 8 ബൈ 4. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 അല്ലേ? 2 ഇസ് ദ കോഷ്യൻ്റ്. ആ 2 നമ്മളിവിടെ ടോപ്പിൽ എഴുതുന്നു, 2. ഓക്കെ, പുട്ട് 2 ഓൺ ടോപ്പ്. ഓക്കെ, അടുത്ത എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റെപ്പ് 2 × 4. ദിസ് 2 × 4 ദാറ്റ് ഈസ് 8. ആ 8 ഇവിടെ എഴുതുന്നു, ഇതിൻ്റെ താഴെ എഴുതുക. 8 മൈനസ് 8 ദാറ്റ് ഈസ് 0. ഓക്കെ, ഇനി നമ്മൾ ഈ 2 ഡ്രോപ്പ് ഡൗൺ ചെയ്യണം താഴത്തേക്ക്. ഈ 2 താഴേക്ക് ഇറക്കി എഴുതുന്നു, അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ദിസ് 2. ആ പ്ലേസ് വാല്യൂ അനുസരിച്ച് അതിൻ്റെ നേരെ താഴെ എഴുതുക. സോ 2 ഈസ് ഹിയർ അല്ലേ? 2നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇറ്റ് ഡസൻ ഫിറ്റ് ടു 2 അല്ലേ? 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് അടുത്ത സ്റ്റെപ്പ് വേണ്ടത്. 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, അപ്പോൾ നമ്മൾ 0 എഴുതുന്നു. ദെൻ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 0 ദാറ്റ് ഈസ് 0. പുട്ട് ഹിയർ 4 × 0 ഈസ് 0. നമ്മൾ 2 മൈനസ് 0, 2ൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്യുന്നു. 2ൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്താലോ 2 വരും അല്ലേ? റൈറ്റ് ഡൗൺ 2 ഹിയർ. ദെൻ അഗെയിൻ ഡ്രോപ്പ് ഡൗൺ ദ 7. വി ഗെറ്റ് 27. അടുത്ത സ്റ്റെപ്പ് എന്താ? 27നെ ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 27 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ മനസ്സിൽ ഓർക്കുക. അപ്പോൾ നമുക്കറിയാം 4 6 24. ഓക്കെ, 4 × 6, 4 6s are 24. ഓക്കെ, സോ റൈറ്റ് ഡൗൺ 24 ഹിയർ. അപ്പോൾ എന്ത് കിട്ടും? 27 മൈനസ് 24. 27 മൈനസ് 24 ഈസ് 3. So 3 is the remainder here. 206 is the quotient. Okay, divide 869 by 24. Write this 8069 here, 24 like this. Then take the first group 86. 86 by 24. That is you can see 2 8 and 2 you can get 4, but 24 complete at 86 4 times പോവില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ യു ക്യാൻ ടേക്ക് 3 ഹിയർ. 3 × 24 ദാറ്റ് ഈസ് 72. 72 എടുത്തു, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 14 കിട്ടും. 14 ദെൻ ഡ്രോപ്പ് ഡൗൺ 9, 149. അഗെയിൻ 149ൽ എത്ര 24 ഉണ്ട്?
അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും? അപ്പോൾ നമ്മളൊരു ചെറിയ ഷോർട്ട് കട്ട് എടുക്കും. ഈ 14ൽ 2 എത്ര ടൈംസ് പോകും? ഇതിൻ്റെ ലെഫ്റ്റിൽ 14 ഉണ്ട്, ഇതിൻ്റെ ലെഫ്റ്റിൽ 2 ആണ്. 14/2 7 ആണ്. അപ്പോൾ 7 കംപ്ലീറ്റ് പോവില്ല എന്ന് നമുക്കറിയാം. 149ൽ കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ 7ൻ്റെ തൊട്ട് താഴെയുള്ള നമ്പർ 6 എടുക്കുക. 6 × 24. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ താഴെയായിരിക്കും. സോ യു വിൽ ഗെറ്റ് 144. വേണമെങ്കിൽ നമുക്കിവിടെ വർക്കിംഗ് കോളത്തിൽ 6 × 24 ഫൈൻഡ് ചെയ്യാം. 6 × 24 is 144. Subtract it 5. So the quotient is 36 and 5 is the remainder. In the same way, next, ഇവിടെ ഒരു 5-digit number ആണ് 18050 divided by 32. ഇതുപോലെ നമ്മൾ എഴുതുന്നു. ഇവിടെ 32 ആദ്യത്തെ ഈ ലാർജസ്റ്റ് പ്ലേസ് വാല്യൂ എടുക്കുമ്പോൾ 2 ഡിജിറ്റ്സ് ഉള്ള ഗ്രൂപ്പ് എടുക്കുമ്പോൾ 18 ആണ്. 18 32വിനേക്കാൾ ലെസ് ആണ്. അപ്പോൾ നമ്മൾ 3 ഡിജിറ്റ്സിൻ്റെ ഗ്രൂപ്പ് എടുക്കും 180. ഇവിടെ ഒരു കോമ ഇട്ട് നമുക്ക് നോക്കാം. ഈ ഗ്രൂപ്പ് 180ൽ 32 എത്രയുണ്ട്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഷോർട്ടായിട്ട് 18ൽ 3 എത്രയുണ്ട് എന്ന് നോക്കാം. 18 ഡിവൈഡഡ് ബൈ 3 6 അല്ലേ? 6 എടുക്കുമ്പോൾ അതൊരു മാക്സിമം വാല്യൂ ആയിരിക്കും. ഇവിടെ 30 × 6 ആണ് 180 അല്ലേ? അപ്പോൾ 6 ടൈംസ് പോവില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെയുള്ള നമ്പർ എടുക്കുക 5 ഇവിടെ എഴുതുക. 5 കൊണ്ട് 32നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ 2 5 10 1 3 5 15 1 16. സോ 160. സോ 180 - 160 that is 20. ഓക്കെ, then drop down 5 205. 205ൽ 32 എത്ര ടൈംസ് ഉണ്ട്? അപ്പോൾ നമ്മൾ നോക്കുന്നു 20ൽ 3 എത്രയാ? 6 ടൈംസ്. അപ്പോൾ 20 and 3 18 അല്ലേ? അപ്പോൾ ഇവിടെ 20 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 6 മിക്കവാറും അതിൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ 6 ഇവിടെ ഇടുക. 6 × 32 ഫൈൻഡ് ഔട്ട്. 2 × 6 12 1 3 × 6 18 + 1 19 192. 192 സബ്ട്രാക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 13. ഡ്രോപ്പ് ഡൗൺ 0 130. 130ൽ 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 130 ഡിവൈഡഡ് ബൈ 32. ദെൻ 13ൽ 3 എത്ര ടൈംസ് ഉണ്ട്? 4 × 3 is 12 ആണ്. അപ്പോൾ നമുക്ക് 4 എഴുതാം. 4 × 32 that is 128. Subtract it 2 is the remainder. Okay, so the 564 is the quotient and 2 is the remainder. Okay, then you can see 564 × 32 plus 2 will be this 18050. Okay, so we are concluding this division here. So division of numbers is completed here. Okay, you can do more examples. You write down numbers and divide it and practice it. Okay, thank you very much.